നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ കെയർ സ്റ്റാമറുടെ നേതൃത്വത്തിനെതിരെ അസംതൃപ്തർ. അടുത്ത മാസം നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ ലേബർ പാർട്ടി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുമെന്ന് റിപ്പോർട്ട്. ലേബർ പാർട്ടിക്ക് ഏകദേശം 1900 കൗൺസിലർമാരെ നഷ്ടപ്പെടാൻ സാധ്യത. ലേബർ പാർട്ടി ആധിപത്യം പുലർത്തുന്ന വെൽഷ് തിരഞ്ഞെടുപ്പിൽ പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും. റിഫോം പാർട്ടിയും പ്ലേഡ് സിംറവും മുന്നേറാൻ സാധ്യത. സ്കോട്ട്ലൻഡും ലേബറിന്റെ തകർച്ച തുടരുമെന്ന് റിപ്പോർട്ടുകൾ. ഇംഗ്ലണ്ടിലെ സർവകലാശാലകൾ സ്വതന്ത്ര അഭിപ്രായ പ്രകടനം സംരക്ഷിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടാൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്ന് സർക്കാർ. പരാതി നിർവഹണ സംവിധാനത്തിന്റെ ഭാഗമായി നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ 5 ലക്ഷം പൗണ്ട് വരെ ഫൈനോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 2% വരെയോ പിഴയോ ചുമത്താം. പദ്ധതി നടപ്പിലാക്കുന്നത് പുതിയ അക്കാദമിക് വർഷം മുതൽ ഓഫീസ് ഫോർ സ്റ്റുഡൻസ്. പദ്ധതി പ്രകാരം സർവകലാശാലകൾക്ക് തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുവാനും നഷ്ടപരിഹാരം നൽകാനും നടപടിക്രമങ്ങൾ മെച്ചപ്പെടുത്താനും നിർദ്ദേശം നൽകാം. ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഇന്ധനവില കുത്തനെ ഉയർന്നതോടെ ബ്രിട്ടനിലും വിലക്കയറ്റം വീണ്ടും വർദ്ധിച്ചു. പണപ്പെരുപ്പ നിരക്ക് മാർച്ച് മാസത്തിൽ 3.3% ഉയർന്നതായി ഔദ്യോഗിക കണക്ക്. പെട്രോൾ, ഡീസൽ വിലയിൽ 3 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ വർധനവ്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ യുദ്ധം യുകെയിലെ ഊർജ്ജോൽപാദനത്തെയും ഗതാഗതത്തെയും കാര്യമായി ബാധിച്ചു. ഹോൾസെയിൽ എനർജി വിലകൾ കുതിച്ചുയർന്നു. മാർച്ചിൽ മാത്രം ഇന്ധനവിലയിൽ രേഖപ്പെടുത്തിയത് 8.7% വർധന. അമേരിക്കയുടെ നാവികസേനാ മേധാവി ജോൺ ഫിലൻ രാജിവെച്ചു. രാജിക്ക് കാരണം വൈറ്റ് ഹൌസിൽ ട്രംപ് ഭരണകൂടത്തിൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകൾ ശക്തമായതിനാൽ. ജോൺ ഫിലിന് പകരം അണ്ടർ സെക്രട്ടറി ഹങ് കാവോ US നേവിയുടെ ആക്ടിംഗ് നേവി സെക്രട്ടറിയായി ചുമതലയേറ്റു. ഇറാനെതിരെ US സാമ്പത്തിക ഉപരോധം ശക്തമാക്കി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ജോൺ ഫിലിന്റെ രാജി. ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾ അതിജീവിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ അമേരിക്ക. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ച യുദ്ധ പദ്ധതി 3 അമേരിക്കൻ പ്രസിഡന്റുമാർ തള്ളിയെന്നും എന്നാൽ ട്രംപ് അംഗീകരിച്ചുവെന്നും മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയുടെ വെളിപ്പെടുത്തൽ. ബരാക് ഒബാമയും ജോർജ് ബുഷും ജോ ബൈഡനും തള്ളിയ നിർദ്ദേശമാണ് ഒടുവിൽ ട്രംപ് അംഗീകരിച്ചതെന്നും ജോൺ കെറി. സമാധാന ശ്രമം അവസാനിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ പ്രസിഡന്റുമാർ യുദ്ധ നിർദ്ദേശം തള്ളിയത്. തെക്കൻ ലെബനിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ വനിതാ മാധ്യമ പ്രവർത്തക കൊല്ലപ്പെട്ടു. രാജ്യത്തെ ഇന്ധനവിലയിൽ വൻ വർധനവിന് സാധ്യതയെന്ന് റിപ്പോർട്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 25 രൂപ മുതൽ 28 രൂപ വരെ വർദ്ധിപ്പിക്കാൻ സാധ്യത. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് അന്താരാഷ്ട്ര വിപണി ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. നിലവിൽ രാജ്യാന്തര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $104. വില വർധനവിന് പ്രധാന കാരണം ലോകത്തെ എണ്ണക്കടത്ത് പാതയിൽ ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരവാദി എന്ന് വിശേഷിപ്പിച്ചെന്ന പരാതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നോട്ടീസ് അയച്ചു. 24 മണിക്കൂറിനകം മറുപടി നൽകാൻ നിർദ്ദേശം. നടപടി കേന്ദ്രമന്ത്രിമാരടങ്ങുന്ന BJP പ്രതിനിധി സംഘം ഖാർഗെക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കമ്മീഷനെ കണ്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ നടത്തിയ രാഷ്ട്രീയ കടന്നാക്രമണം ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ പരാതിയിൽ തീരുമാനമായില്ല. വെടിക്കെട്ടില്ലാതെ തൃശൂർ പൂരം നടത്താൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. കുടമാറ്റം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തും. ഇലഞ്ഞിത്തറ മേളം, മടത്തിൽ വരവ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ടാകും. 15 വീതം ആനകളെ അണിനിരത്തും. പൂരത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്നും അവസാന നിമിഷം പിന്മാറുന്നത് പ്രായോഗികമല്ല എന്നും ദേവസ്വം ബോർഡുകൾ. വാർത്തകൾ വിശദമായി. യുകെയിൽ അടുത്ത മാസം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ലേബർ പാർട്ടി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്ന് നേരിടാൻ പോകുന്നുവെന്ന് സൂചന. കെയർ സ്റ്റാമറുടെ നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ലേബർ പാർട്ടി പരാജയം നേരിടാൻ വിവിധ കാരണങ്ങൾ നിലനിൽക്കുകയാണ്. അതിൽ എടുത്തു പറയാവുന്ന കാരണം കൗൺസിലർമാരുടെ നഷ്ടമാണ്. ലേബർ പാർട്ടിക്ക് ഏകദേശം 1900 കൗൺസിലർമാരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് പാർട്ടി നിലവിൽ കൈവശം വെച്ചിരിക്കുന്ന സീറ്റുകളുടെ 74% വരും. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലായി ലേബർ പാർട്ടി ആധിപത്യം പുലർത്തുന്ന വെൽഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടേക്കാം. റിഫോം പാർട്ടിയും പ്ലേഡ് സിംറവും ഇവിടെ മുന്നേറാനാണ് സാധ്യത. സ്കോട്ട്ലൻഡിലും ലേബറിന്റെ തകർച്ച തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ സ്കോട്ടിഷ് നാഷണൽ പാർട്ടി ഭരണം നിലനിർത്തുവാനും റിഫോം പാർട്ടി 2-ാം സ്ഥാനത്തെത്താനും സാധ്യതയുണ്ട്. ലണ്ടനിൽ തങ്ങളുടെ ശക്തമായ കൗൺസിലുകളിൽ പോലും ഗ്രീൻ പാർട്ടിയിൽ നിന്നും റിഫോം പാർട്ടിയിൽ നിന്നും ലേബർ കടുത്ത ഭീഷണി നേരിടുന്നു. ലേബർ സർക്കാരിന്റെ പ്രവർത്തനത്തിലുള്ള പൊതുജനങ്ങളുടെ അതൃപ്തി പോളിംഗുകളും പ്രകടമാണ്. തിരഞ്ഞെടുപ്പിൽ ഈ കണക്കുകൂട്ടലുകൾ യാഥാർത്ഥ്യമായാൽ 2009 ഗോർഡൻ ബ്രൗണിന്റെ കാലത്തുണ്ടായതിനേക്കാൾ വലിയ തകർച്ചയായിരിക്കും ഇത്. ആധുനിക ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനമന്ത്രി നേരിടുന്ന ഏറ്റവും മോശം തെരഞ്ഞെടുപ്പ് പ്രകടനമായിരിക്കും ഇത് മാറാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത്.
ഇംഗ്ലണ്ടിലെ സർവകലാശാലകൾ സ്വതന്ത്ര അഭിപ്രായ പ്രകടനം സംരക്ഷിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടാൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്ന് സർക്കാർ മുന്നറിയിപ്പ്. പുതിയ പരാതി നിർവഹണ സംവിധാനത്തിന്റെ ഭാഗമായി നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ 5 ലക്ഷം പൗണ്ട് വരെ പിഴയോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 2% വരെ പിഴയോ ചുമത്താം. ഗുരുതരമായ സാഹചര്യങ്ങൾ സർക്കാർ ധനസഹായം പോലും പിൻവലിക്കപ്പെടാം. പുതിയ അക്കാദമിക് വർഷം മുതൽ ഓഫീസ് ഫോർ സ്റ്റുഡൻസ് ഈ സംവിധാനം നടപ്പിലാക്കും. സർവകലാശാല ജീവനക്കാർക്കും വിദ്യാർത്ഥികളല്ലാത്തവർക്ക് പോലും നേരിട്ട് പരാതിപ്പെടാൻ സാധിക്കുന്നതാണ് ഈ പദ്ധതി. പരാതികൾ പരിശോധിക്കുന്ന OFS ആവശ്യമായാൽ സർവകലാശാലകൾക്ക് തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനും നഷ്ടപരിഹാരം നൽകാനും നടപടിക്രമങ്ങൾ മെച്ചപ്പെടുത്താനും നിർദ്ദേശം നൽകും. ചില കേസുകളിൽ ലിംഗപരമോ മതപരമോ ആയ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അധ്യാപകരെയും പ്രഭാഷകരെയും തടയുന്നതും പീഡിപ്പിക്കുന്നതുമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഹയർ എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ച് സർവകലാശാലകൾ അക്കാദമിക് സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടത് നിർബന്ധമാണ്. ക്യാമ്പസുകളിൽ ഭയമില്ലാതെ ആശയങ്ങൾ പങ്കിടാൻ അവസരം ഒരുക്കുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യം. ബുള്ളിങ്ങും ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട കേസുകൾ രഹസ്യ കരാറുകൾ ഉപയോഗിക്കുന്നത് നിയമം വിലക്കുന്നുണ്ട്. സർവകലാശാലയിൽ ഭീതിയുടെ സംസ്കാരം ഇല്ലാതാക്കുവാനും ആരോഗ്യകരമായ ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ നീക്കമെന്നും വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജ് ഫിലിപ്സൺ വ്യക്തമാക്കി. ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില കുത്തനെ ഉയർന്നതോടെ ബ്രിട്ടനിലെ വിലക്കയറ്റം വീണ്ടും വർദ്ധിച്ചു. മാർച്ച് മാസം അവസാനിച്ച വർഷത്തിൽ പണപ്പെരുപ്പ നിരക്ക് 3.3% ഉയർന്നതായുള്ള ഔദ്യോഗിക കണക്കുകൾ പുറത്ത്. ഫെബ്രുവരിയിൽ ഇത് 3%. പെട്രോൾ ഡീസൽ വിലയ്ക്ക് 3 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ വർധനവായാണ് ഇതിന് പ്രധാന കാരണം. വിമാന ടിക്കറ്റുകളും ഭക്ഷ്യവിലയും കൂടിയതും വിലക്കയറ്റം ഉയരാൻ കാരണമായി. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ യുദ്ധം ഊർജ്ജ ഉൽപാദനത്തെയും ഗതാഗതത്തെയും കാര്യമായി ബാധിച്ചു. ഇതോടെ ഹോൾസെയിൽ എനർജി വിലകൾ കുതിച്ചുയർന്നു. മാർച്ചിൽ മാത്രം ഇന്ധനവിലയിൽ 8.7% വർധനവ് രേഖപ്പെടുത്തി. വർഷാന്ത്യ കണക്കിൽ ഇത് 4.9%. ഭക്ഷ്യവിലയും 3.7% ഉയർന്നു. ചോക്ലേറ്റ്, മാംസം, മീൻ, പാനീയങ്ങൾ എന്നിവയാണ് പ്രധാനമായും വില കൂടിയത്. എന്നാൽ വസ്ത്രവില കുറവായി എന്നത് ചെറിയ ആശ്വാസമായി. ഈ വർഷം പണപ്പെരുപ്പം 3.5 മുതൽ 4% വരെ ഉയർന്നേക്കാം എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം. ഇത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ 2% ലക്ഷ്യത്തെക്കാൾ കൂടുതലാണ്. ഇന്ധന ചെലവ് കൂടുന്നതോടൊപ്പം ജനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ചെലവഴിക്കാനുള്ള ശേഷി കുറയുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് തിരിച്ചടിയാവുകയും ചെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ട്. വർഷ അവസാനത്തോടെ ഭക്ഷ്യവില 10% വരെ ഉയർന്നേക്കാമെന്നാണ് വ്യവസായ സംഘടനകൾ പറയുന്നു. ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിയന്ത്രിക്കാൻ കൂടുതൽ കർശനമായ നിയമ നടപടികൾക്ക് സർക്കാർ നീക്കം തുടങ്ങി. കുട്ടികളുടെ ക്ഷേമവും പഠനവും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്ന് അധികൃതർ. വിദ്യാഭ്യാസ മന്ത്രി ജാക്കി സ്മിത്ത് അറിയിച്ചതനുസരിച്ച് കുട്ടികളുടെ മെച്ചപ്പെട്ട പെരുമാറ്റവും സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനവും ശക്തിപ്പെടുത്തുന്നതിനായാണ് ഈ തീരുമാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഹൗസ് ഓഫ് ലോർഡ്സ് വ്യക്തമാക്കി. ബില്ലിൽ ഭേദഗതി കൊണ്ടുവന്ന് സ്കൂളുകൾക്ക് മൊബൈൽ ഫോൺ നിയന്ത്രണത്തിൽ വ്യക്തമായ നിയമബാധ്യത സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇതിനോടകം തന്നെ പല സ്കൂളുകളും ഫോൺ നിയന്ത്രണം നയം നടപ്പിലാക്കിയിട്ടുണ്ട് എങ്കിലും നിയമത്തിന്റെ അഭാവം കാരണം ഏകീകൃതമായ നടപടിക്രമം ഇല്ലെന്ന വിമർശനം ഉയരുന്നു. പുതിയ നീക്കത്തോടെ എല്ലാ സ്കൂളുകളും ഒരേ രീതിയിൽ കർശനമായ സമീപനം സ്വീകരിക്കേണ്ട സാഹചര്യം രൂപപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠന സമയത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുവാനും സോഷ്യൽ മീഡിയ ഉപയോഗം മൂലമുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും സൈബർ ബുള്ളിംഗ് പോലുള്ള പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനുമാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ ലക്ഷ്യമിടുന്നത്. മുഴുവൻ സ്കൂൾ സമയവും ഫോൺ ഫ്രീ അന്തരീക്ഷം ഉറപ്പാക്കണമെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജ് ഫിലിപ്സൺ നേരത്തെ സ്കൂളുകൾക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. പുതിയ നിയമം വന്നാൽ ഈ നിർദ്ദേശങ്ങൾ നിർബന്ധമായും സ്കൂളുകൾ പാലിക്കേണ്ടതായി വരുമെന്നും കൂടാതെ സ്കൂളുകൾക്ക് സ്വന്തം രീതിയിൽ കർശനമായ നിയന്ത്രണ മാർഗങ്ങൾ രൂപീകരിക്കുവാനും സ്വാതന്ത്ര്യമുണ്ടാകും. അതേസമയം ഈ തീരുമാനത്തെ തുടർന്ന് രാഷ്ട്രീയ രംഗത്ത് വ്യാപകമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൺസർവേറ്റീവ് പാർട്ടിയോ ഷാഡോ വിദ്യാഭ്യാസ സെക്രട്ടറി ലോറോ ട്രോസ് സർക്കാരിന്റെ നീക്കത്തെ സ്വാഗതം ചെയ്തുവെങ്കിലും വൈകിയതിനെ വിമർശിക്കുകയും ചെയ്തു. മുൻപ് തന്നെ ഇത്തരമൊരു നിയമം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇപ്പോൾ സർക്കാർ അതേ നിലപാട് സ്വീകരിച്ചതായും അവർ പറഞ്ഞു. അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കെല്ലാം ഗുണകരമായ ഒരു നടപടിയാണ് ഇതെന്നും വിദ്യാഭ്യാസ വിദഗ്ധർ വിലയിരുത്തുന്നു. അടുത്ത ദിവസങ്ങളിൽ പാർലമെന്റിൽ ഭേദഗതി അവതരിപ്പിക്കപ്പെടും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം നിയമം നടപ്പിലാക്കൽ നടപടികൾ തുടക്കമാകുമെന്നാണ് സൂചന. UK-യിൽ പുതിയ തലമുറയെ പുകവലി നിയന്ത്രണത്തിലൂടെ രക്ഷിക്കാൻ എംപിമാർ. ടൊബാക്കോ ആൻഡ് വേപ്സ് ബിൽ പാർലമെന്റിൽ അംഗീകരിച്ചു. പുകവലി പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ചരിത്രപരമായ കാൽവെപ്പായി ഇതിനെ വിലയിരുത്തുന്നു. 2009 ജനുവരി 1 ശേഷം ജനിച്ചവർക്ക് ജീവിതകാലം മുഴുവൻ സിഗരറ്റ് വാങ്ങാൻ വിലക്ക് വരുന്നു. ഇതിലൂടെ സ്മോക്ക് ഫ്രീ ജനറേഷൻ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം.
നിയമം പ്രാബല്യത്തിൽ വരാൻ ഇനി രാജകീയ അനുമതി മാത്രം ബാക്കി. പ്രതിരോധ ചികിത്സയേക്കാൾ മികച്ചതാണ് ഇത് ചരിത്രപരമായ നിമിഷമെന്നാണ് ആരോഗ്യ മന്ത്രി വ്യക്തമാക്കിയത്. ഒരു തലമുറയുടെ പൊതുജനാരോഗ്യത്തിനുള്ള ഇടപെടലാണിത്. രാജ്യത്തിന്റെ ആരോഗ്യം തന്നെ മാറ്റുന്ന തീരുമാനം. പുതിയ തലമുറയിൽ പുകവലി ശീലം ഇല്ലാതാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. യുകെയിലെ പ്രധാനമായി തടയാനാവുന്ന മരണകാരണങ്ങളിൽ ഒന്നാണ് പുകവലി. നിരവധി ജീവൻ രക്ഷിക്കാൻ ഒരു പിടി മുന്നേ പരിശ്രമിക്കുകയാണ് സർക്കാർ. NHS സമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായിക്കും. സ്കൂളുകൾക്കും പുറത്തും കളിസ്ഥലങ്ങളിലും ആശുപത്രി പരിസരത്തും കുട്ടികൾക്കൊപ്പം കാറിൽ യാത്ര ചെയ്യുമ്പോഴും പുകവലി നിരോധിക്കും. വീടുകളിൽ പുകവലി തടയുന്നില്ല. പബ് ഗാർഡനുകൾ, കടൽ തീരങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും നിയന്ത്രണമില്ല. എങ്കിലും ബോധവൽക്കരണം ഉൾപ്പെടെ നടത്തിയ അഡിഷനുള്ളവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കാനും സർക്കാർ മുന്നോട്ടിറങ്ങുകയാണ്. ഇറാൻ യുദ്ധം എങ്ങുമെത്താതെ നിൽക്കെ അമേരിക്കയുടെ നാവികസേനാ മേധാവി ജോൺ ഫീലൻ രാജിവെച്ചു. അപ്രതീക്ഷിതമാണ് രാജി. വൈറ്റ് ഹൌസിൽ ട്രംപ് ഭരണകൂടത്തിൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകൾ ശക്തമായതാണ് രാജിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസമാണ് ജോൺ ഫീലൻ സ്ഥാനമൊഴിയുന്നതായി പെന്റഗൺ പ്രഖ്യാപിച്ചത്. രാജിക്ക് വ്യക്തമായ കാരണങ്ങൾ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. ജോൺ ഫീലനു പകരം അണ്ടർ സെക്രട്ടറി ഹങ് കാവോ US നേവിയുടെ ആക്ടിംഗ് നേവി സെക്രട്ടറിയായി ചുമതലയേറ്റു. ഇറാനെതിരെ US സാമ്പത്തിക ഉപരോധം ശക്തമാക്കി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഈ മാറ്റം. ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി അതിജീവിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് US. ഈ ഘട്ടത്തിൽ ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ പ്രതിരോധ വകുപ്പിൽ നടന്ന പ്രധാന മാറ്റമാണ് ഈ രാജി പ്രഖ്യാപനം. ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ റാൻഡി ജോർജിനെ മാറ്റിയതിന് തൊട്ടു പിന്നാലെയാണ് US നേവി സെക്രട്ടറിയുടെയും പടിയിറക്കം. ഹോർമോസ് കടലിടുക്കിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഏപ്രിൽ 8-ന് വെടിനിർത്തൽ ധാരണ ഉണ്ടായെങ്കിലും ഇറാനെ സാമ്പത്തിക ഉപരോധത്തിലാക്കാൻ അമേരിക്ക നടത്തിയ നീക്കങ്ങളാണ് സ്ഥിതി പിന്നെയും വഷളാക്കിയത്. ഇതേ തുടർന്ന് ഇറാൻ ഹോർമോസ് കടലിടുക്ക് വീണ്ടും അടച്ചു. ഇപ്പോൾ കപ്പലുകൾ പിടിച്ചെടുത്താണ് ഈ പോര് മുറുകുന്നത്. ഇതിനിടെയാണ് US നാവികസേനയുടെ തലപ്പത്ത് രാജി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ച യുദ്ധ പദ്ധതി 3 അമേരിക്കൻ പ്രസിഡന്റുമാർ തള്ളിയെന്നും എന്നാൽ ട്രംപ് അംഗീകരിച്ചുവെന്നും മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയുടെ വെളിപ്പെടുത്തൽ. ദി ലേറ്റ് ഷോ വിത്ത് സ്റ്റീഫൻ കോൾബർട്ടിന് അതിഥിയായി സംസാരിക്കുകയായിരുന്നു കെറി. ബരാക് ഒബാമയും ജോർജ് ബുഷും ജോ ബൈഡനും തള്ളിയ നിർദ്ദേശമാണ് ഒടുവിൽ ട്രംപ് അംഗീകരിച്ചത്. മുൻ US പ്രസിഡന്റുമാർ ഇറാനുമായി യുദ്ധത്തിന് പോകാൻ തയ്യാറായില്ല. സമാധാന ശ്രമം അവസാനിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ പ്രസിഡന്റുമാർ യുദ്ധ നിർദ്ദേശം തള്ളിയത്. വിയറ്റ്നാം, ഇറാഖ് യുദ്ധങ്ങൾ പാഠമായിരുന്നു എന്നും കെറി വ്യക്തമാക്കി. ഒരു വിയറ്റ്നാം സൈനികൻ എന്ന നിലയിൽ അമേരിക്കൻ പൊതുജനങ്ങളെ വഞ്ചിക്കരുത് എന്നതിലാണ് കാര്യമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും അമേരിക്കൻ ജനതയോട് കള്ളം പറഞ്ഞ് അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും യുദ്ധത്തിന് അയക്കാൻ ആവശ്യപ്പെടരുത് എന്നതാണ് വിയറ്റ്നാമിന്റെയും ഇറാഖിന്റെയും പാഠമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ നെതന്യാഹു എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രേരിപ്പിച്ചത്? ഫെബ്രുവരി 11 നടന്ന സിറ്റുവേഷൻ റൂമുകളിൽ ഇറാനിൽ ഭരണമാറ്റത്തിനുള്ള സൂചനയുണ്ട് എന്ന് ധരിപ്പിച്ചാണ് യുദ്ധത്തിന് തുടക്കമിട്ടത്. നെതന്യാഹുവിന്റെ നിർദ്ദേശം ട്രംപ് അംഗീകരിക്കുകയായിരുന്നു. യുദ്ധം അവസാനിക്കാത്ത സാഹചര്യത്തിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസ് നെതന്യാഹുവുമായി ചൂടേറിയ സംഭാഷണം നടന്നു എന്നും റിപ്പോർട്ടിലൂടെ പുറത്തുവന്നു. തെക്കൻ ലെബനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ വനിതാ മാധ്യമ പ്രവർത്തക കൊല്ലപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ലെബനീസ് മാധ്യമ പ്രവർത്തക അമൽ ഖലീലാണ് കൊല്ലപ്പെട്ടത്. സഹപ്രവർത്തകയും ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറുമായ സൈനബ ഫജാറിന് പരിക്കേറ്റു. തെക്കൻ ലെബനിലെ അൽ തൈരി എന്ന സ്ഥലത്ത് വാർത്താ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു ഇരുവരും. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുന്നിൽ കാറിനു നേരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി. ഭയന്നോടിയ മാധ്യമ പ്രവർത്തകർ അടുത്തുള്ള വീട്ടിൽ അഭയം പ്രാപിച്ചുവെങ്കിലും ഇസ്രായേൽ സൈന്യം ആ വീടിന് നേരെയും ആക്രമണം നടത്തി. കർണ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ അമൽ ഖലീലിനെ രക്ഷിക്കാൻ എത്തിയ ആംബുലൻസുകാർക്ക് നേരെയും ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തു എന്നാണ് ലെബനൻ ആരോഗ്യ മന്ത്രാലയം ആരോപിച്ചിരിക്കുന്നത്. ഏകദേശം 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് തകർന്ന വീടിനകത്തേക്ക് എത്താൻ സാധിച്ചത്. അപ്പോഴേക്കും അമൽ ഖലീൽ മരണപ്പെട്ടിരുന്നു. ആദ്യം ആക്രമിക്കപ്പെട്ട കാറിലുണ്ടായിരുന്ന 2 ലെബനീസ് പൗരന്മാരും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ബുധനാഴ്ച മാത്രം വ്യത്യസ്ത ആക്രമണങ്ങളിലായി ആകെ 5 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇവിടെ നിന്നും പുറത്തുവരുന്ന വിവരം. അതേസമയം തങ്ങൾ മാധ്യമപ്രവർത്തകരെ ലക്ഷ്യമിട്ടില്ല എന്നാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം. ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തുവന്ന വാഹനങ്ങൾ തങ്ങളുടെ സൈന്യത്തിന് ഭീഷണി ആയതിനാലാണ് ആക്രമണം നടത്തിയത്. എന്നാൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള ഈ ആക്രമണം രാജ്യാന്തര മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ലെബനൻ വാർത്താവിനിമയ മന്ത്രാലയം അപലപിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മകൾ അമൽ ഖലീലിന്റെ കൊലപാതകത്തെ നിശിതമായി വിമർശിച്ച് രംഗത്തെത്തി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 126.86 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 94.05 ഇന്ത്യൻ രൂപ.
ഒരു യൂറോ 110.09 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 68.80 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് അവസാനിക്കുന്നതോടെ രാജ്യത്തെ ഇന്ധനവിലയിൽ വൻ വർധനവിന് സാധ്യതയെന്ന് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 25 രൂപ മുതൽ 28 രൂപ വരെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതാണ് ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നത്. നിലവിൽ രാജ്യാന്തര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $104 എന്ന നിലയിലാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതായാണ് ഇതിന് പ്രധാന കാരണം. ലോകത്തെ ആകെ എണ്ണ വിതരണത്തിന്റെ 20%, ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 40% നടക്കുന്നത് ഈ പാതയിലൂടെയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ പോയ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിയുതിർക്കുകയും 2 കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തതോടെ ഈ വഴിയുള്ള എണ്ണ നീക്കം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടിയിട്ടും ഇന്ത്യയിൽ നിലവിൽ പെട്രോൾ, ഡീസൽ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ സർക്കാർ വില വർധനവ് തടഞ്ഞുവെച്ചിരിക്കുന്നത്. എന്നാൽ ഏപ്രിൽ 29-ന് അവസാനഘട്ട വോട്ടെടുപ്പ് കൂടി കഴിയുന്നതോടെ വില വർധനവ് നടപ്പിലാക്കാൻ കമ്പനികൾക്ക് അനുമതി ലഭിച്ചേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരവാദി എന്ന് വിശേഷിപ്പിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് നോട്ടീസ് അയച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 24 മണിക്കൂറിനകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. ഖാർഗെയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിമാരടങ്ങുന്ന BJP പ്രതിനിധി സംഘം കമ്മീഷനെ കണ്ടതിനു പിന്നാലെയാണ് നടപടി. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ദൂരദർശനിലൂടെ പ്രധാനമന്ത്രി പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ നടത്തിയ രാഷ്ട്രീയ കടന്നാക്രമണം ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ പരാതിയിൽ കമ്മീഷൻ മൗനം തുടരുകയാണ്. ഖാർഗെയുടെ പരാമർശത്തിനെതിരെ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, കിരൺ റിജ്ജു, അർജുൻ റാം മേഘ്വാൾ, BJP ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് എന്നിവരടങ്ങിയ സംഘമാണ് കമ്മീഷനെ സമീപിച്ചത്. അധികാരത്തിലിരിക്കുന്നവർ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ രാഷ്ട്രീയ പ്രചരണം നടത്തരുത് എന്ന പെരുമാറ്റച്ചട്ടത്തിലെ 4-ാം വകുപ്പിന്റെ ലംഘനമാണ് പ്രധാനമന്ത്രി നടത്തിയത് എന്നാരോപിച്ച് നേരത്തെ പ്രതിപക്ഷം പ്രധാനമന്ത്രിക്കെതിരെ പരാതി നൽകിയത്. എന്നാൽ 3 ദിവസം കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ കമ്മീഷൻ നടപടിയെടുത്തില്ല. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി സഖ്യമുണ്ടാക്കിയത് AIADMKയെയും വിമർശിക്കുന്നതിനിടെയാണ് ഖാർഗെ നടത്തിയ പരാമർശമാണ് വിവാദമായത്. ഭീം ആപ്പ് വഴി UPI ഇടപാട് നടത്താൻ പിൻ നമ്പറിന് പകരം ഇനി നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് മതി. ബയോമെട്രിക് രീതിയിലുള്ള അതിവേഗം പണം ഇടപാട് നടത്താൻ കഴിയുന്ന സംവിധാനം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചു എങ്കിലും ഇപ്പോഴാണ് ലഭ്യമായി തുടങ്ങിയത്. നിലവിൽ UPI ലൈറ്റ് ഒഴികെയുള്ള സാധാരണ ഇടപാടുകൾക്ക് പിൻ നിർബന്ധമാണ്. പുതിയ രീതി അനുസരിച്ച് ഫോണിലെ ഫിംഗർ പ്രിന്റ് സ്കാനറിൽ വിരൽ പതിപ്പിച്ച് ഇടപാട് നടത്താം. ഒരു ഇടപാടിന് നിലവിൽ വേണ്ട സമയത്തിൽ 25% പുതിയ രീതിയിലൂടെ ലാഭിക്കാമെന്നാണ് കണക്ക്. രാജ്യത്തെ 70% പുതിയ സ്മാർട്ട് ഫോണുകളിലും ബയോമെട്രിക് സ്കാനിംഗ് സാധ്യമാണ്. 5000 രൂപ വരെ ഇത്തരത്തിൽ ഒരിടപാടിൽ അയക്കാം. വെടിക്കെട്ടില്ലാതെ തൃശൂർ പൂരം നടത്താൻ തീരുമാനം. ഉന്നതതല യോഗത്തിലാണ് വെടിക്കെട്ടില്ലാതെ പൂരം നടത്താമെന്ന് തീരുമാനിച്ചത്. കുടമാറ്റം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തും. ഇലഞ്ഞിത്തറ മേളം, മടത്തിൽ വരവ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തും. 15 വീതം ആനകളെ അണിനിരത്തുമെന്നാണ് വിവരം. കുടമാറ്റം നടത്തിയേ മതിയാകൂ എന്ന ദേവസ്വങ്ങളുടെ തീരുമാനത്തെ യോഗത്തിൽ അംഗീകരിക്കുകയായിരുന്നു. കുടമാറ്റവും വെടിക്കെട്ടും ഒഴിവാക്കാമെന്ന് സർക്കാർ നിർദ്ദേശം വെച്ചിരുന്നു. കുടമാറ്റം ഒഴിവാക്കാൻ ആകില്ല എന്ന് ദേവസ്വങ്ങൾ നിലപാടെടുക്കുകയായിരുന്നു. പൂരത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്ന് ദേവസ്വങ്ങൾ യോഗത്തിൽ അറിയിച്ചു. അവസാന നിമിഷം പിന്മാറുന്നത് പ്രായോഗികമല്ല എന്നാണ് ദേവസ്വങ്ങൾ വ്യക്തമാക്കി. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നീക്കത്തിന് തിരിച്ചടി. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്കൊപ്പം വാദിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ സാധ്യത മങ്ങി. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദം ഇന്ന് പൂർത്തിയാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കർശന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിന് തിരിച്ചടിയായത്. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്കൊപ്പം വാദമുന്നയിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേൽ രാജൻ കൗൺസിലിന് കത്ത് നൽകിയിരുന്നു. വാദമുന്നയിക്കുന്നതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ സീനിയർ അഭിഭാഷകൻ ജയന്ദീപ് ഗുപ്ത ചീഫ് ജസ്റ്റിസ് കോടതിയിൽ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ മറ്റു സീനിയർ അഭിഭാഷകരുടെ വാദം നീണ്ടുപോയതിനാൽ ജയദീപ് ഗുപ്തയ്ക്ക് വാദമുന്നയിക്കാൻ സാധിച്ചിരുന്നില്ല. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദം ഏറെക്കുറെ മറ്റു സീനിയർ അഭിഭാഷകർ വാദിച്ചതിനാലാണ് ഇനിയുള്ള അഭിഭാഷകരോട് വാദം വെട്ടിച്ചുരുക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന് ഇനി യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്കൊപ്പം വാദിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് വീണ്ടും പാമ്പുകടിയേറ്റ് മരണം. തിരുവനന്തപുരം ചിറയൻകീഴിൽ 8 വയസ്സുകാരന് ദാരുണാന്ത്യം. അഴൂർ സ്വദേശികളായ ദിലീപ്, അനു ദമ്പതികളുടെ മകൻ ദിക്ഷനാണ് പുലർച്ചെ കട്ടിൽ നിന്നും പാമ്പിന്റെ കടിയേറ്റത്.
മൂർഖൻ പാമ്പിനെ വീട്ടിൽ നിന്നും പിടികൂടി. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് കട്ടിൽ നിന്നാണ് കുട്ടിക്ക് പാമ്പ് കടിയേറ്റത്. കാലിൽ എന്തോ കടിച്ചു എന്ന് കുട്ടി തന്നെ പറയുകയായിരുന്നു. ഉടൻ തന്നെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് അവിടെ നിന്നും മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ആശുപത്രിക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. കുഞ്ഞിന് വയ്യെന്ന് പറഞ്ഞിട്ടും ആശുപത്രി അധികൃതർ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന് കുട്ടിയുടെ അച്ഛൻ പരാതി നൽകുന്നുണ്ട്. ഡോക്ടർ ഒന്ന് തൊട്ടുപോലും നോക്കിയില്ല എന്നും നഴ്സ് മാത്രമാണ് തട്ടി നോക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി സ്പോർട്സ്. തരം താഴ്ത്തൽ ഭീഷണിയിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന ആശ്വാസത്തിൽ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒഡീഷ FCക്കെതിരെ സ്വന്തം ഗ്രൗണ്ടായ കൊച്ചി കലൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ഇറങ്ങും. 2 മഞ്ഞ കാർഡുകൾ കണ്ടതിനെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് കോച്ച് ആഷി വെസ്റ്റ്വുഡിന് പുറത്തിറക്കേണ്ടി വന്ന മത്സരത്തിന് അസിസ്റ്റന്റ് കോച്ച് പീറ്റർ ഹാറ്റ്ലി ആയിരിക്കും മത്സരത്തിനിടയിലും കളിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുക. ജംഷഡ്പൂർ FCക്കെതിരെ മിന്നും പ്രകടനം കാഴ്ചവെച്ച മൊറോക്കൻ മിഡ്ഫീൽഡ് കരീം ബെനാൻ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായേക്കില്ല. അതേസമയം കോച്ച് ആഷ് വെസ്റ്റ്വുഡിന്റെയും കരീം ബെനാന്റെയും അസാന്നിധ്യം ഇന്നത്തെ മത്സരത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സ് അസിസ്റ്റന്റ് കോച്ച് പീറ്റർ ഹാറ്റ്ലി വ്യക്തമാക്കിയത്. ആഷിഷ് വെസ്റ്റ്വുഡ് ഗ്രൗണ്ടിൽ ഉണ്ടാകില്ല എങ്കിലും കളിയുടെ ശൈലിയും തന്ത്രങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ തന്നെയായിരിക്കുമെന്നും അത് വിജയിക്കാനുള്ളതുമായിരിക്കും. ആദ്യ 7 മത്സരങ്ങളിൽ നിന്നും 1 പോയിന്റ് മാത്രമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നത്. എന്നാൽ ആഷി വെസ്റ്റ്വുഡ് ഇടക്കാല കോച്ചായി ചുമതലയേറ്റതിനു ശേഷം 3 കളികളിലും 2 വിജയവും 1 സമനിലയും അടക്കം 7 പോയിന്റ് ടീം സ്വന്തമാക്കിയ പേരിലാണ് വെസ്റ്റ്വുഡിന്റെ ശിക്ഷണത്തെ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ആത്മവിശ്വാസത്തോടെയാകും ഒഡീഷയെ നേരിടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ കെയർ സ്റ്റാമറുടെ നേതൃത്വത്തിനെതിരെ അസംതൃപ്തർ. അടുത്ത മാസം നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ ലേബർ പാർട്ടി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുമെന്ന് റിപ്പോർട്ട്. ലേബർ പാർട്ടിക്ക് ഏകദേശം 1900 കൗൺസിലർമാരെ നഷ്ടപ്പെടാൻ സാധ്യത. ലേബർ പാർട്ടി ആധിപത്യം പുലർത്തുന്ന വെൽഷ് തിരഞ്ഞെടുപ്പിൽ പാർട്ടി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും. റിഫോം പാർട്ടിയും പ്ലേഡ് സിംറവും മുന്നേറാൻ സാധ്യത. സ്കോട്ട്ലൻഡും ലേബറിന്റെ തകർച്ച തുടരുമെന്ന് റിപ്പോർട്ടുകൾ. ഇംഗ്ലണ്ടിലെ സർവകലാശാലകൾ സ്വതന്ത്ര അഭിപ്രായ പ്രകടനം സംരക്ഷിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടാൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്ന് സർക്കാർ. പരാതി നിർവഹണ സംവിധാനത്തിന്റെ ഭാഗമായി നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ 5 ലക്ഷം പൗണ്ട് വരെ ഫൈനോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 2% വരെയോ പിഴയോ ചുമത്താം. പദ്ധതി നടപ്പിലാക്കുന്നത് പുതിയ അക്കാദമിക് വർഷം മുതൽ ഓഫീസ് ഫോർ സ്റ്റുഡൻസ്. പദ്ധതി പ്രകാരം സർവകലാശാലകൾക്ക് തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുവാനും നഷ്ടപരിഹാരം നൽകാനും നടപടിക്രമങ്ങൾ മെച്ചപ്പെടുത്താനും നിർദ്ദേശം നൽകാം. ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഇന്ധനവില കുത്തനെ ഉയർന്നതോടെ ബ്രിട്ടനിലും വിലക്കയറ്റം വീണ്ടും വർദ്ധിച്ചു. പണപ്പെരുപ്പ നിരക്ക് മാർച്ച് മാസത്തിൽ 3.3% ഉയർന്നതായി ഔദ്യോഗിക കണക്ക്. പെട്രോൾ, ഡീസൽ വിലയിൽ 3 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ വർധനവ്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ യുദ്ധം UK-യിലെ ഊർജ്ജോൽപാദനത്തെയും ഗതാഗതത്തെയും കാര്യമായി ബാധിച്ചു. ഹോൾസെയിൽ എനർജി വിലകൾ കുതിച്ചുയർന്നു. മാർച്ചിൽ മാത്രം ഇന്ധനവിലയിൽ രേഖപ്പെടുത്തിയത് 8.7% വർധന. അമേരിക്കയുടെ നാവികസേനാ മേധാവി ജോൺ ഫിലൻ രാജിവെച്ചു. രാജിക്ക് കാരണം വൈറ്റ് ഹൌസിൽ ട്രംപ് ഭരണകൂടത്തിൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകൾ ശക്തമായതിനാൽ. ജോൺ ഫിലിന് പകരം അണ്ടർ സെക്രട്ടറി ഹങ് കാവോ US നേവിയുടെ ആക്ടിംഗ് നേവി സെക്രട്ടറിയായി ചുമതലയേറ്റു. ഇറാനെതിരെ US സാമ്പത്തിക ഉപരോധം ശക്തമാക്കി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ജോൺ ഫിലിന്റെ രാജി. ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾ അതിജീവിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ അമേരിക്ക. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ച യുദ്ധ പദ്ധതി 3 അമേരിക്കൻ പ്രസിഡന്റുമാർ തള്ളിയെന്നും എന്നാൽ ട്രംപ് അംഗീകരിച്ചുവെന്നും മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയുടെ വെളിപ്പെടുത്തൽ. ബരാക് ഒബാമയും ജോർജ് ബുഷും ജോ ബൈഡനും തള്ളിയ നിർദ്ദേശമാണ് ഒടുവിൽ ട്രംപ് അംഗീകരിച്ചതെന്നും ജോൺ കെറി. സമാധാന ശ്രമം അവസാനിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ പ്രസിഡന്റുമാർ യുദ്ധ നിർദ്ദേശം തള്ളിയത്. തെക്കൻ ലെബനിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ വനിതാ മാധ്യമ പ്രവർത്തക കൊല്ലപ്പെട്ടു. രാജ്യത്തെ ഇന്ധനവിലയിൽ വൻ വർധനവിന് സാധ്യതയെന്ന് റിപ്പോർട്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 25 രൂപ മുതൽ 28 രൂപ വരെ വർദ്ധിപ്പിക്കാൻ സാധ്യത. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് അന്താരാഷ്ട്ര വിപണി ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. നിലവിൽ രാജ്യാന്തര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $104. വില വർധനവിന് പ്രധാന കാരണം ലോകത്തെ എണ്ണക്കടത്ത് പാതയിൽ ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരവാദി എന്ന് വിശേഷിപ്പിച്ചെന്ന പരാതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നോട്ടീസ് അയച്ചു. 24 മണിക്കൂറിനകം മറുപടി നൽകാൻ നിർദ്ദേശം. നടപടി കേന്ദ്രമന്ത്രിമാരടങ്ങുന്ന BJP പ്രതിനിധി സംഘം ഖാർഗെക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കമ്മീഷനെ കണ്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ നടത്തിയ രാഷ്ട്രീയ കടന്നാക്രമണം ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ പരാതിയിൽ തീരുമാനമായില്ല.
വെടിക്കെട്ടില്ലാതെ തൃശൂർ പൂരം നടത്താൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. കുടമാറ്റം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തും. ഇലഞ്ഞിത്തറമേളം, മടത്തിൽ വരവ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ടാകും. 15 വീതം ആനകളെ അണിനിരത്തും. പൂരത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്നും അവസാന നിമിഷം പിന്മാറുന്നത് പ്രായോഗികമല്ല എന്നും ദേവസ്വം ബോർഡുകൾ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.